ഹലോ അസ്സാം വലൈക്കും, എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അരിയൊന്നും കുതിർക്കാതെ, അരയ്ക്കാതെ, തേങ്ങയൊന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ്. വേണമെങ്കിൽ നമുക്കിതിന് ഓട്ടട എന്നൊക്കെ പറയാം. വളരെ ഈസി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. പിന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നമ്മൾ ചെയ്തെടുക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടാണ്. അപ്പോൾ 1.5 കപ്പ് അരിപ്പൊടി വേണം. അപ്പോൾ ഈ അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു അരിപ്പൊടിയാണ്. അപ്പോൾ 1.5 കപ്പ് അരിപ്പൊടിക്ക് നമ്മളിവിടെ 1/4 കപ്പോളം ചോറ് ചേർക്കുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ 1 കപ്പോളവും ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ കട്ടി കൂടുതലാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യാതെ നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ ഇടയ്ക്ക് കട്ട പിടിച്ച് കിടക്കും. കാരണം അരിപ്പൊടിയല്ലേ നമ്മൾ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ മിക്സിയുടെ താഴ്ഭാഗത്തായിട്ട് ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ മാവ് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ, കാരണം നമ്മൾ അരിപ്പൊടിയല്ലേ ചേർത്ത്. അപ്പം ചോറും അരിപ്പൊടിയും ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് അടിച്ച് കിട്ടും. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ബാറ്റർ എല്ലാം ചെയ്തെടുക്കാം അല്ലേ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അരി അരച്ച് വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇനി നമ്മൾ സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കി എടുക്കുന്ന പോലെ തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ മാവ് ഒഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാം, നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മാവ് ഒഴിക്കാനായിട്ട്. അപ്പോഴേ ഇങ്ങനെ പെട്ടെന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഹോൾസൊക്കെ വീഴുള്ളൂ. ഇനി നമുക്കിത് ഒരു ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. അത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ചുട്ടെടുക്കാം. പിന്നെ ഇന്നും നമുക്ക് ഒരുപാട് പേർക്ക് ഹായ് പറയാനുണ്ട്, ഒരുപാട് പേർക്ക് വിഷസ് പറയാനുണ്ട്. അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഒരു സ്പെഷ്യൽ ഹായ്, വിഷസ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഹാപ്പി ബർത്ത്ഡേ. എല്ലാവരുടെ പേരും ഞാൻ ഈ സൈഡിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. വളരെ ഹെൽത്തി ആയിട്ട് നല്ല സൂപ്പർ ഈസി ആയിട്ട് നല്ല പഞ്ഞി പോലുള്ള അപ്പമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളല്ലേ ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസ് കാണാനായിട്ട് നമ്മൾ ഈ ഒരു കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. Assalamualaikum. Assalamualaikum.